അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. വലു മഹല്ലി 4-ാം വാല്യം 53-ാം പേജ്. വലു തറക്കത്ത് ഭർത്താവിൻ്റെ വഫാത്തിന് വേണ്ടി ഇത്തിരിക്കുന്ന പെണ്ണ് ഒഴിവാക്കിയാൽ അൽ ഇഹ്ദാദ വാജിബ് അലിഹ, അവളുടെ മേൽ നിർബന്ധമായിരിക്കുന്ന ഭംഗികൾ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കൽ. ചുവട് ആഭരണങ്ങളൊക്കെ ധരിച്ചു സ്വന്തം പൂശി പുറത്തിറങ്ങി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കുല്ലൽ മുദ്ദത്യോ ബാലഹ, അവളെ യുദ്ധയുടെ കാലം മുഴുക്കെ 4 മാസവും 10 ദിവസവും അല്ലെങ്കിൽ ഗർഭം പ്രസവിക്കുന്നത് വരെ, അല്ലെങ്കിൽ 2-3 മാസമൊക്കെ അങ്ങനെ ചെയ്ത് പിന്നീട് വിട്ടു എങ്കിൽ അസത്ത് ഓള് ദോഷിയാവും അള്ളാഹുവിൻ്റെ അടുക്കൽ. വങ്കലത്തിൽ ഇദ്ദക്ക് പ്രശ്നമൊന്നുമില്ല, ഇദ്ദ തീരുകയും ചെയ്യും. അതിൻ്റെ ടൈം ആകുമ്പോൾ ഇദ്ദ കഴിയും. പക്ഷേ ഇത് ഏതാത് വെച്ചുകൊണ്ടോട് ദോഷിയാവും. അള്ളാഹിനോട് പുറത്തിനെ ചോദിച്ച് തോബ ചെയ്ത് മടങ്ങണം. കമാലു ഫാറക്കത്തിൽ മസ്കന, ഏതുപോലെ അവൾ വീട് വിട്ടു പിരിഞ്ഞാലുള്ള പോലെ. അല്ലതി എങ്ങനത്തെ മസ്കനാണ്? യജിബു അലിഹ, ആ വഫാത്തിന് ഇരിക്കുന്ന പെണ്ണിൻ്റെ മേൽ നിർബന്ധമായിരുന്നു മുലാസമത്വ മസ്കനെ ലാസിമാക്കൽ. അങ്ങനത്തെ മസ്കന് കമാസയത്തി ഇൻഷാ അടുത്ത പേജിലായി വരുന്നുണ്ട്. അപ്പോൾ ആ മസ്കന് വിട്ടിക്കുകയാണെങ്കിലും ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല, ഇത് അതിൻ്റെ സമയമാകുമ്പോൾ തീരും, ഓള് ദോഷിയാകുമല്ലോ എന്ന പോലെ തന്നെയാണ് ഇഹ്ദാദ് ഒഴിവാക്കിയാലും. ഫൈനഹാത്താസി, കാരണം ഈ മസ്കനെ ഒഴിവാക്കിയതായിരിക്കുന്ന ഭാര്യ അവിടെ ദോഷിയാവും. അപ്പോൾ ദങ്കൽ ചെയ്തിട്ടോ അവളെ ഇത് തീരുമ്പി മുതത്തി ഇതിൻ്റെ ടൈം 4 മാസവും 10 ദിവസമോ അല്ലെങ്കിൽ പ്രസവിക്കുന്നവരുടെ ടൈം കഴിഞ്ഞാൽ ഇത് തീരും. വരവ് വരാപത്ത്. ഇനി ഒരു പെണ്ണിനക്ക് വിഷയം കിട്ടിയാൽ വഫാത്തു, അവളെ ഭർത്താവ് വഫാത്തയക്കണം എന്നുള്ള വിവരം കിട്ടി. എപ്പോഴാണ് കിട്ടിയത്? മദൽ മുദ്ദത്തി, ഇദ്ദൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷമാണ്. മുദ്ദത്തി ഇദ്ദത്തിൽ വഫാത്തിൻ്റെ ഇദ്ദൻ്റെ ടൈം കഴിഞ്ഞു. അവളെ പ്രസവിച്ചതിന് ശേഷം വിവരം കിട്ടി. അല്ലെങ്കിൽ 4 മാസവും 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് മരിച്ചിട്ടുള്ള വിഷയം വളരെ വിവരം കിട്ടിയത്. എന്നാൽ കാലത്ത് മുൻകലിയത്തൻ ഇദ്ദ തീർന്നു. ഈ മുതയും മുദ്ദത്തിഹ, ആ ഇദ്ദൻ്റെ ടൈം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അറിഞ്ഞത് മുതൽക്കിനും യുദ്ധിരിക്കണമെന്നൊന്നുമില്ല. വലഹ അത് കഴിഞ്ഞു. ഇനി വേറെ പറയാം. വലഹ അവൾക്കുണ്ടെങ്കിൽ മറത്തി ഏതൊരു പെണ്ണിനക്കുമുണ്ട് ഇഹ്ദാദുൻ, അലങ്കാരങ്ങളും ഭംഗിവസ്ത്രങ്ങളും ഒക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ മുലാസമത്തിന്നായിരിക്കുന്ന ഇഹ്ദാദ് ജായിസാണ്. അലാ ഖൈരി സൗജിൻ, ഭർത്താവല്ലാത്തവരെ മേൽ. അല്ലെങ്കിൽ മൂത്ത മരണപ്പെട്ടവരെന്ന് ഭർത്താവിൻ്റെ മേലാണെങ്കിൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ ഭർത്താവല്ലാത്തവർക്കാണെങ്കിൽ നിർബന്ധമല്ല, പക്ഷെ ജായിസാണ്. പക്ഷേ ജായിസ് തന്നെ എത്ര ദിവസം മാത്രം? സലാസ്ത അയ്യാമിൻ ഫമാദൂനഹ, 3 ദിവസമോ അല്ല അതിനേക്കാൾ കുറവുള്ള സമയത്തോൾക്ക് ജായിസാണ്, നിർബന്ധമല്ല കേട്ടോ. മറ്റേ 4 മാസവും 10 ദിവസവും നിർബന്ധമായിരുന്നു. അപ്പോൾ തെഹറുമു സിയാദത്തു അലിഹ, എന്നാൽ ഭർത്താവല്ലാത്തൊരു വഫാത്ത് അതിൻ്റെ മേലുള്ള ഇഹ്ദാദിൽ 3 ദിവസത്തിനേക്കാൾ കൂടുതലാക്കുക എന്നുള്ളത് ഹറാമാണ്. അതാരിക്ക അങ്ങനെ 3 ദിവസം വരെ ജായിസാണെന്നും 3-ൽ കൂടുതൽ ആക്കൽ ഹറാമാണ് എന്നുള്ളതാകുന്നത് മഹ്ഫൂദിൻ പിടിക്കപ്പെട്ടതാണ്. മിൻ ഹദീസൈ സ്വഹീഹൈനി, സ്വഹീ ബുഖാരി സ്വഹീ മുസ്ലിം നിബാത്തിയത് 2 ഹദീസുണ്ട്. അങ്ങനത്തെ 2 ഹദീസാണ് സാബിഖൈനി, രണ്ടും 52-ാമത്തെ പേജിൽ കഴിഞ്ഞു പോയി. വഖദ് ദക്കറ ഹാദിയിൽ മസായില, ഈ മസലകൾ അഥവാ ഭർത്താവ് അല്ലാത്തവരെ മേലിൽ ജായിസാണ് 3 ദിവസം, അതിനേക്കാൾ കൂടുതൽ പാടില്ല എന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാഫിയാൻ പറഞ്ഞിട്ടുണ്ട്, ഫി സഹീദിൻ്റെ സലൽ കബിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ശരി, പക്ഷേ മുപ്പരി വ്യക്തമാക്കിയില്ല ഈ ഹുർമത്തി സിയാദത്തി, 3-നേക്കാൾ കൂടുതൽ ഭർത്താവല്ലാത്തവരെ മേൽ യാസ്തിയാക്കൽ ഹറാമാണെന്നുള്ള വിഷയം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഫസ്ലുൻ, ഇനി ഇതിരിക്കുന്ന പെണ്ണിൻ്റെ പാർപ്പിടം, അതിൻ്റെ സ്ഥലം, അതിൻ്റെ മക്കാന്, മറ്റുള്ള വിഷയങ്ങളൊക്കെ വിരിക്കുന്ന ഫസ്ലാണ്. തജിബു നിർബന്ധമാണ്. സുഖന, പാർപ്പിട സ്ഥലം കിട്ടൽ നിർബന്ധമാണ്. ഈ മുഅത്തദത്തി തലാഖിൻ, തലാഖ് മൂലം ഇതിരിക്കുന്ന പെണ്ണിക്ക്. വലു ബായിൻ, അത് ബായിനായ ഇതിരിക്കുന്നവളായിരുന്നാലും ശരി. എങ്ങനെ ബായിനായത്? ഒരു ബിഹുല്ലിൻ, കൊല്ലു കൊണ്ടോ അവ സലാസിൻ, അല്ലെങ്കിൽ 3 തലാഖ് കൊണ്ടോ ഒക്കെ ബായിനായവളാണ്. എന്നാലും അവൾക്ക് സുഖന കിട്ടൽ നിർബന്ധമാണ്. ഹാമിലങ്കാനത്തെ ഹായില, അതവൾ ഗർഭിണിയാവട്ടെ ഗർഭിണി അല്ലാത്തവളാവട്ടെ, ഏതായിരുന്നാലും അവൾക്ക് സുഖന പാർപ്പിട സ്ഥലം കിട്ടേണ്ടതുണ്ട്. ആരത്തായാലും തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നുള്ളതാണ്. അസ്കിനൂഹുന്ന മിന്നൈതു സകന്തും, അസ്കിനൂഹുന്ന അവരെ നിങ്ങൾ പാർപ്പിക്കണേ, ഇതിരിക്കുന്ന പെണ്ണുങ്ങളെ, മിന്നൈതു സകന്തും നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ പാർപ്പിട സ്ഥലത്തിൽ അവരെയും പാർപ്പിക്കണേ. ഇല്ല നാശിസതൻ,
ഭർത്താവുമായി പിണങ്ങിയ ഭാര്യയ്ക്ക് അവൾക്ക് തലാക്കോ ഉണ്ടായി ഏർപ്പെടുത്താൻ അവൾക്ക് മക്കളെ കിട്ടില്ല. എങ്ങനെയാണ് നാശിസത്താകുന്നതിൻ്റെ കോലം? മുഴുത്തത്തിന് നാശിസത്തായാലും എങ്ങനെ? അത് ബിയൻ തുല്യക്കത്ത്, അവളെ തലാഖ് കൊല്ലപ്പെട്ടു. ഹാല നുസൂസിഹ, ഭർത്താവുമായി പിണങ്ങിയ അവസരത്തിലാണ് അവളെ തലാഖ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഫൈൻഹ, നിശ്ചയമായിട്ടും അങ്ങനത്തെ നാശിസത്തായ മുത്തത്താകുന്നത് ലാ സുഖനാലഹ, അവൾക്ക് പാർപ്പിട സ്ഥലം കിട്ടൂല, യുദ്ധൻ്റെ സമയത്ത് കിട്ടൂല. കമാഫി സുൽബിൻ നിക്കാഹി, അവിടെ തലാഖ് കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് തന്നെ ഉള്ളത്, എന്നാലും ഉള്ള നാശിസത്തായ കാരണം കൊണ്ട് സുഖന കിട്ടുമല്ലോ. എന്ന മാതിരി ആ സമയത്ത് തലാഖ് ഉണ്ടായാലും കിട്ടൂല. കാലഫി തത്തിമ്മത്തി, ബഹുമാനപ്പെട്ട മുത്തവല്ലിമാമ് തൻ്റെ തത്തിമ്മത്ത് എന്ന കിതാബിൽ പറഞ്ഞു, വലു നഷസദഫിൽ ഇദ്ദത്തി, ഇരിക്കുന്ന സമയത്ത് അവൾ നുസൂസ് കാണിച്ചാൽ, കണക്കുണ്ടായാൽ, സക്കത്തത്ത് സുഖനഹ, എന്നാൽ ആ നുസൂസ് ഉണ്ടായത് മുതൽക്ക് അവളുടെ സുഖനത. ഈ ഇദ്ദൻ്റെ സമയത്ത് നുസൂസ് ഉണ്ടാക്കുക പറഞ്ഞാൽ അവൾ ആവശ്യമില്ലാതെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയി, അതിന് നുസൂസാണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇദ്ദൻ്റെ അടുത്ത് സംഭവിച്ചാൽ ആ നുസൂസ് ഉണ്ടായത് മുതൽക്ക് സുഖം നഷ്ടപ്പെടുമെന്ന്. അതിന് ആദ്യത്തീരത്താക്കി പിന്നെ അവൾ താഴത്തിലേക്ക് മടങ്ങി വന്നാലോ സുഖന മടങ്ങി വരികയും ചെയ്യും എന്ന് തത്തിമത്തിൽ മുത്തവലിമ പറഞ്ഞു. ഹക്കു സുഖനയുടെ അവകാശം അവൾക്ക് മടങ്ങി വരുമെന്ന്. വക്കീലായി പറയപ്പെട്ടു, ഇന്ന ഷസത്ത് അല സൗജി, ഭർത്താവിൻ്റെ മേൽ കേടായിട്ട് അവൾ പിണക്കം കാണിച്ചാൽ, വഹിയ അത്തരത്തിൽ അവൾ ഫി ബൈത്തിഹി, ഭർത്താവിൻ്റെ വീട്ടിലാണ്, ചില വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട്, അന്നേക്ക് ഭർത്താവിനൊക്കെ നുസൂസ് കാണിച്ചാൽ പല സുഖന ഫില്ലിദ്ദത്തി, ഇദ്ദേൻ്റെ സമയത്ത് അവൾക്ക് സുഖനുണ്ട് എന്നും. അതിന് ഹർജത്ത്, ഇന്നതല്ല അവൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി, വസ്തു അലഹി മീൻ കുല്ലി വജീൻ, എല്ലാ ഭാഗത്തു കൂടിയും ഭർത്താവിൻ്റെ മേലെ അവൾ വിരുദ്ധം പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലാ സുഖനല്ല, അവൾക്ക് സുഖമില്ല എന്ന് അങ്ങനെ അഭിപ്രായമുണ്ട്. എടുക്കില്ല. അപ്പോൾ തുസ്തന സൗകര്യത്വം, അപ്പോൾ സുഖന കൊടുക്കണം, മുത്തത്തായ തലാക്കിൽ കൂടി ഇതിരുന്ന പെണ്ണിനേക്ക് സുഖന കൊടുക്കണം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും. സൗകര്യത്തു, ചെറിയ ഭാര്യനെ, പ്രായപൂർത്തിയാകാത്ത ഭാര്യനെ, അല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യത്താണ് ലാത്തഹത്തമിൽ ജിമാ, അവൾ ജിമാനിക്കൊന്നും സൗകര്യമാവില്ല, അങ്ങനെയുള്ളതായിരിക്കുന്ന സൗകര്യത്താണെങ്കിൽ. ഫൈനാന്ത അവളെ സ്ഥിതി എന്ന് പറയാൻ കാരണം നിശ്ചയമായിട്ടും അങ്ങനത്തെ സഹീറത്താകുന്നത് ലാ സുഖനല്ല, അവൾക്ക് സുഖനുണ്ടാവില്ല. ബിനാൻ്റെ അസുഹി, അസുഹിൻ്റെ മേലെടുത്തിട്ട് എന്താ അസുഹ് എൻ്റെ നിശ്ചയമായിട്ടും ഇങ്ങനത്തെ സഹീറത്താവുന്നത്, ജിമാന് കഴിയാത്ത സഹീറത്ത് നഫക്കത്ത, അവൾക്ക് നഫക്കൻ അവകാശമാക്കൂല. ഹാലത്തിൻ നിക്കാഹി, നിക്കാഹിൻ്റെ സമയത്ത് ഒക്കെ നഫക്ക ഉണ്ടാവില്ല മുമ്പ് എന്നതിൻ്റെ മേലെടുത്തിട്ട് വക്കഥ. അപ്പം അങ്ങനത്തെ സഹീറത്തിനേക്ക് സുഖനല്ലാത്ത മാതിരി തന്നെ തുസ്തനിൽ അമത്തു, അമത്തിനെയും പുറപ്പെടുവിക്കപ്പെടും, ഓക്കും സുഖനുണ്ടാവില്ല. എവിടെ സുഖനല്ലാതിരിക്കുക? ഇസ്ലാത്ത ജീവൻ നഫക്കത്തുക, അവൾക്ക് നഫക്ക കൊടുക്കൽ നിർബന്ധമില്ലാത്തടത്ത്. വക്കത്തക്കത്തമ്മ, എവിടെയാണ് നഫ്ക കൊടുക്കൽ നിർബന്ധമില്ലാത്തതെന്നുള്ള വിഷയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഫസിൽ നിക്കാഹില്ല ബദി, അബദിൻ്റെ നിക്കാഹിനെ അത് വിവരിക്കുന്ന ഫസിൽ, അഥവാ 3-ാം വാല്യം 273-ാം പേജ് പറഞ്ഞിട്ടുണ്ട്. അത് സയ്യിദ് പണിയെടുപ്പിക്കാണ് സമയത്ത് അങ്ങനെ ഫുള്ള് രാത്രിയും പകരൊന്നും ഭർത്താവിനേക്ക് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ അവിടെ നഫ്ക വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അവൾക്ക് സുഖനി ഉണ്ടാവില്ല. മുഅ്തദത്തി വഫാത്തിൻ, വഫാത്തിൻ്റെ ഇദ്ദിരിക്കുന്ന പെണ്ണിനും സുഖന നിർബന്ധമാണ്, കെട്ടൽ നിർബന്ധമാണ്. ഫിൽ അതേ പ്രകാരം തെളിവെന്താ? ഹദീസ് ഫുറയ്യത്ത് ബീവിയുടെ ഹദീസിലതിന് വേണ്ടി ബിൽ ഫാക്ക് നമ്മുകൊണ്ട് ഫുറയ്യത്ത് എന്ന് വയ്ക്കുക. ബിന്തി മാലിക്കിൻ, മാലിക് എന്നവരുടെ പുത്രിയാകുന്ന ഫുറയ്യത്ത്. അങ്ങനത്തെ മാലിക് എന്നവരാണ് ഉഖ്തി അബീ സയ്യിദുൽ ഖുദ്രി, അബീ സയ്യിദുൽ ഖുദ്രിയുടെ സഹോദരിയാകുന്ന മാലിക് എന്നവരുടെ പുത്രിയുമായ ഫുറയ്യത്ത് എന്നവരുടെ ഹദീസിലതിന് വേണ്ടി. എന്താ ഹദീസ്? അന്ന സൗജഹ ഖുതില, നിശ്ചയമായിട്ടും ഫുറയ്യത്ത് ബീവിയുടെ ഭർത്താവിനെ വധിക്കപ്പെട്ടു. അപ്പോൾ സഅലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഭർത്താവ് വഫാത്തായി എന്നുള്ള പേര് അറിഞ്ഞപ്പം ഫുറയ്യത്ത് ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അൻ തർജി ഇലാ അഹ്ലിഹ, ഫുറയ്യത്ത് ബീവി സ്വന്തം അഹ്ലുകാരിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന്. വഖാലത്ത്, അതിന് കാരണമായിട്ട് ഫുറയ്യത്ത് ബീവി റസൂലിനോട് പറഞ്ഞു, ഇന്ന സൗജിയിലും യത്രുക്കിനി ഫി മൻസിലി യംലിക്കുഹു, ഓ റസൂലെ, എൻ്റെ ഭർത്താവ് അയാളെ സ്വന്തം മദീനയുള്ളതായിരിക്കുന്ന വീട്ടിൽ എന്നെ ഒഴിച്ചിട്ടില്ല, അയാൾക്ക് സ്വന്തം വീടുണ്ടായിരുന്നില്ല, അവിടെ ഞാൻ പോട്ടെ. അപ്പോൾ അതിനല്ലഹ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഫുറയ്യത്ത് ബീവിക്ക് അനുവാദം നൽകി, റുജൂഇ, വീട്ടിലേക്ക് പോകുന്ന വിഷയത്തിൽ അനുവാദം നൽകി.
കാലത്ത് അങ്ങനെ ഫുറൈത്ത് ബി പറയാണ് പൻസുറഫ്തു, അങ്ങനെ തങ്ങളെ സമ്മതം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അഹ്ലികാലേക്ക് തിരിച്ചു പോയി. അത്തായിദാ കുന്തു ഫിൽ ഹുജറത്തി, അങ്ങനെ ഞാൻ ഹുജറയിലായപ്പോൾ, ഔഫിൽ മസ്ജിദ് അല്ലെങ്കിൽ പള്ളിയിലായപ്പോൾ ദാനി, അള്ളാഹുവിൻ്റെ സൂര്യനെ വിളിപ്പിച്ചു. വക്കാലം എന്നോട് പറഞ്ഞു, ഫി ബൈത്തിക്കി അത്തായബുൽ കിതാബു അജലഹു എന്ന് പറഞ്ഞു. ഉംസുക്കിയെ ഫുറയ്യത്തെ നീ പാർക്കണം, ഫീ ബൈത്തിക്ക് നീ ഇപ്പോഴുള്ള വീട്ടിൽ, അത്തായബുൽ കിതാബു ആ കണക്കാക്കപ്പെട്ടതായിരിക്കുന്ന ഇദ്ദ എത്തിക്കുന്നവരെ, അജലു ഇദ്ദയുടെ അവധി എത്തിക്കുന്നവരെ. കാലത്ത് ഫുറയ്യത്ത് പറയാണ് ഫഅതത്തു ഫിഹി, അങ്ങനെ തങ്ങൾ നിർദ്ദേശ മടക്കി ഇങ്ങനെ പറഞ്ഞ പ്രകാരം ഞാൻ ആ ഭർത്താവ് വഫാത്താവുമ്പോൾ ഉണ്ടായ ആ വീട്ടിൽ തന്നെ ഞാൻ ഇദ്ദിരുന്നു. അറബാത്ത് അശ്വരിം വാഷറ, 4 മാസവും 10 ദിവസവും. സഹഹു തിരുമുദിയു വഗൈറുഹു, ഈ സംഭവത്തിനെ തിരുമുദിയും വഗൈറും ചെയ്യാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വസാനി, എന്നാൽ അദ്ഹറിൻ്റെ മുക്കാബിലായിരിക്കുന്ന കൗലി ലാ സുക്കന ലഹ, വഫാത്തിൻ്റെ ഇദ്ദിരിക്കുന്ന പെണ്ണുക്ക് സുക്കന ഇല്ല എന്നാണ്. കമാവ കദിയത്ത് ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുറയ്യത്ത് അവലൻ, ഫുറയ്യത്ത് ബീവിക്ക് ആദ്യമായിട്ട് തങ്ങൾ സമ്മതം കൊടുത്ത് അറിയിക്കുന്നത് സുഖനല്ല എന്നാണല്ലോ. അതുകൊണ്ട് പിന്നെ കൗലുഹാലഹ സാനിൻ, പിന്നെ റസൂൽ രണ്ടാമത് ഫുറയ്യത്ത് ബീവിയോട് പറഞ്ഞതോ എന്തെന്ന്, മുക്കുസൈഫി വൈദ്യക്ക് നിൻ്റെ വീട്ടിൽ തന്നെ നീ ഇദ്ദിരിക്കണം എന്ന് പറഞ്ഞതോ, അത് മെഹബൂൽ നദിബി, അത് സുന്നത്തിൻ്റെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്. ജമ്മം ബൈനഹുമ, അവൻ നേരത്തെ പോയിക്കോ, ആദ്യം പറഞ്ഞതിൻ്റെ രണ്ടാമത് പറഞ്ഞിട്ട് ജമ്മ് ചെയ്യാൻ വേണ്ടി എന്നാണ് പിന്നെ സാനിയുടെ ന്യായം. അപ്പോൾ ഇജാബ്, ഈ സാനിക്ക് മറുപടി അറിയപ്പെടും അദ്ഹറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെന്ന്, ബിയന്ന ഹംലഹു അൽ വുജൂബി, തങ്ങളെ ഉംകുസീഫി ബൈത്തിക്ക് എന്നുള്ള കൽപ്പനയെ വുജൂബിൻ്റെ മേൽ ചുമത്തലാവുന്ന അർജഹു, അതാണല്ലോ കൂടുതൽ പ്രബലമായത്, അതുകൊണ്ട് വുജൂബ് തന്നെ വെക്കുകയാണ് വേണ്ടത് എന്ന് മറുപടി അറിയപ്പെട്ടു. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന അൽ ഫായിസീന അൽ ഉഖ്റവീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത